കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോ വരും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ഇതിനൊന്നും ഒരു പൈസ പോലും കൊടുക്കണ്ട. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എന്താ പറയാൻ പോകുന്ന ഞാൻ തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തില് ഞാൻ ആസ്ട്രോടോക്ക് ആപ്പ് കാണുന്നത്. അങ്ങനെ ഞാൻ അതിലെ നമ്പൂരിയോട് ചോദിച്ചു, എന്റെ ഗ്രഹനില പറയൂ. നമ്പൂരി പറഞ്ഞു, വളരെ മോശമാണ്. ഒരു 500 രൂപ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയെല്ലാം ശരിയാക്കി തരാമെന്ന്. പരമകാഷ്ടം. ഭൂതകാല ഭാവി വർത്തമാനം എല്ലാം അറിയണമെങ്കിൽ ആസ്ട്രോടോക്ക് ആപ്പ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളിന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് നമ്പർ 1 എന്ന് അവര് തന്നെ വിശേഷിപ്പിക്കുന്ന ആസ്ട്രോടോക്ക്, അതായത് ആസ്ട്രോളജി ബേസ് ആയ ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് കൂട്ടുപിടിക്കുന്ന വേറെ ആരെയല്ല ഗൈസ്. ഓൾറെഡി കല്യാണം കഴിഞ്ഞവരെ, കല്യാണം കഴിക്കാൻ പോകുന്നവരെ, പൈസയൊക്കെ റെഡി ആയിട്ട് വീട് വെക്കാൻ പോകുന്നവരെ, അങ്ങനെ ആകുമ്പോ ഇവർ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നേടിയതെന്ന് പറയാലോ. ഇതേപോലെ 2026 ആൾക്കാരെ പറ്റിച്ചുകൊണ്ട്, അതായത് പാവങ്ങളുടെ ദയനീയ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് പക്ക ബിസിനസ് എന്നുള്ള ലെവലിൽ നടത്തുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇത്. അപ്പൊ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ സീരിയലിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഐ മീൻ അവർക്ക് പ്രൊമോഷന് കിട്ടിയിറക്കുന്നു ആസ്ട്രോടോക്കിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് ആ തള്ളലിലോട്ട് പോകാം. അപ്പോ ഞാന് അതിന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മള് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്കൊക്കെ അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളായിട്ട് പറയാം കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കില്ലേ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണുമ്പോ ചിലപ്പോ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അത് റിജക്റ്റഡ് ആവുന്ന പോലുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മള് എന്തൊക്കെയോ കുറെ തടസ്സങ്ങൾ, ഇപ്പൊ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൈനലി നമ്മള് ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ അല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് 60,000 രൂപയും വെള്ളത്തിലായിട്ടോ. അങ്ങനെ അതുകൂടി ആയപ്പോ ആകെ കൂടി ഒരു വിഷമായി. പിന്നെ നമ്മള് അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളൊരിതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേദയുടെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എന്താ പറയാൻ പോകുന്ന ഞാൻ തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തില് ഞാൻ ആസ്ട്രോടോക്ക് ആപ്പ് കാണുന്നത്. അങ്ങനെ ഞാൻ അതിലെ നമ്പൂരിയോട് ചോദിച്ചു, എന്റെ ഗ്രഹനില പറയൂ. നമ്പൂരി പറഞ്ഞു, വളരെ മോശമാണ്. ഒരു 500 രൂപ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയെല്ലാം ശരിയാക്കി തരാമെന്ന്. പരമകാഷ്ടം. ജ്യോതിഷത്തിൽ വിശ്വസിക്കാതിരിക്കെ സ്ലിപ്പ് ഓൺ യു. പക്ഷെ അതിനെ പറ്റിയല്ല പറയുന്നത്. ആസ്ട്രോളജിയിൽ ഇതേപോലത്തെ ഉള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കുക. ഒരു സ്റ്റാർട്ടപ്പാണിത്. വീഡിയോ കാണുന്ന എന്റെ സബ്സ്ക്രൈബറോ ഞാനോ ഇതേപോലെ ഒരു ആപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാന്നുള്ളൂ. പക്ഷെ അതൊരാളെ മുഞ്ചിപ്പിച്ചും കൊണ്ടാവരുത് എന്ന് എനിക്കൊരു നമുക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീൽ അടിക്കില്ലേ. ഈ വന്നിരുന്ന് ചരക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. കാരണം നല്ല രീതിയിൽ എമൗണ്ട് വാങ്ങിയിട്ടാണ് വന്നിരുന്ന് പറയുന്നത്. നല്ലൊരു ബ്രോക്കറെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡോ അല്ലെങ്കിൽ ഒരു വീടോ വാങ്ങാനാണോ പാട്? ഒരു 100-150 വീട് കാണിച്ചു തരും. അല്ലാണ്ട് മൊബൈലിന്റെ ഉള്ളിലിരിക്കുന്ന AI പണിക്കരെ കണ്ടിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ആസ്ട്രോടോക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരും അതിനെപ്പറ്റി അനുഭവിച്ച് അറിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത്. ശ്രീകുട്ടിയോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പറ്റിച്ചോ, പക്ഷെ ഞങ്ങൾ കക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ മൂഞ്ചിപ്പിക്കരുത്. ബാക്കി അപ്പൊ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവര് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ള ഒരു ചിന്തയായിപ്പോ എനിക്ക്.
എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്തപ്പോ അവര് കുറച്ച് കാര്യങ്ങൾ ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം, ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവര് പറഞ്ഞു ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ ആ വീട്ടിൽ താമസമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അതേ ആ ഒരു ഡേറ്റില് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റി കേട്ടോ. എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ഓൾറെഡി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരാള്, ഓൾറെഡി കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാള് എന്തായാലും വീട് വാങ്ങാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ എന്തായാലും നമുക്ക് പ്രശ്നങ്ങളായിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്നത്. അവരും ആ മെന്റാലിറ്റി തന്നെ ഇരിക്കുള്ളൂ. പണിക്കരായാലും ആരായാലും പണിക്കരെ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ട് എന്ന് വന്ന് പറയുമ്പോ ഒരു കുഴപ്പമില്ല കുട്ടി, ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നാരേലും പറയോ? അവർക്ക് പൈസ കിട്ടണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കബഡിയൊക്കെ നിരത്തി പറഞ്ഞു തരേണ്ടി വരും. ആസ്ട്രോടോക്ക് ആപ്പിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലത്തെ പൈസ ഉള്ള ആൾക്കാരെ പിടിച്ചിട്ട് വീട് വെക്കാൻ പോകുന്നവരെയും കല്യാണം കഴിക്കാൻ പോകുന്നവരെയും ഗേൾഫ്രണ്ട് ഇല്ലാത്തവർക്ക് ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട് ഇല്ലാത്തവർക്ക് ബോയ്ഫ്രണ്ട്, അതെങ്ങനെ വേണമെന്ന് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞവരെ അതവരെ സെറ്റാക്കി കൊടുക്കുത്രേ. ഇവര് മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതിന്റെ അവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോ റിച്ചസ്റ്റ് പീപ്പിൾ അല്ല, ഈ റിച്ചസ്റ്റ് പീപ്പിളെ കൂടി പാവങ്ങളെ പിഴിഞ്ഞെടുക്കുക. സത്യമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റില് കറക്റ്റ് ആ സമയത്ത് നമുക്ക് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അതിശയമുള്ള ഒരു കാര്യമാട്ടോ, എങ്ങനെ അത് അത്രയും ഇതായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോ ആലോചിക്കുന്നുണ്ട്, നമ്മൾ അന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാള്, അതായത് ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിൽ നമ്മൾ, സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വരുമ്പോ ഒരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് അവരുടെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആട്ടോ. അപ്പോ നമുക്കത് പറ്റിയാണോ എന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ചാറ്റിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഫസ്റ്റ് ചാറ്റ് ഫ്രീ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഫിനാൻഷ്യലി, കരിയർ, ലൈഫ്, മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങളൊരു ആസ്ട്രോളജറെ ധൈര്യമായിട്ട് കാണുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം ഡൗൺലോഡ് ചെയ്തോളൂ ആസ്ട്രോടോക്ക് ആപ്പ് കേട്ടോ. ഈ വീഡിയോ കാണണോ മാർത്ത, നീയൊക്കെ പണിയെടുത്താൽ തന്നെ നിനക്കുണ്ടാവുള്ളൂ. ഇതേപോലത്തെ ഉള്ള ഉടായ്പന്മാരടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചന്ദ്രനിൽ ചോതിയിൽ ചന്ദ്രൻ ചോദിച്ചു പോയവൻ ആ ടൈപ്പായിരിക്കും. അവനവന് വേണമെങ്കിൽ പണിയെടുത്തോ പൈസ ഉണ്ടാക്കിക്കോ. ഇതേപോലത്തെ ആൾക്കാർ വന്നിരുന്ന് ചിലക്കാൻ കുറെ ഉണ്ടാവും. മിക്ക ആസ്ട്രോടോക്ക് അല്ലെങ്കിലും ഇതേപോലത്തെ സിമിലർ ആയ വേറൊരു ആപ്പിന്റെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നിങ്ങളെ മൂഞ്ചിച്ചിട്ടുള്ള പൈസ വേണ്ട, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഏകദേശം ഇതിന്റെ ഒക്കെ കളികൾ എന്താന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ ഒരു സെലിബ്രിറ്റി ചന്ദ്രകട പരസ്യമായിരുന്നു. എനിക്ക് റെക്കമെൻഡ് ചെയ്തത് റിയക്ക് റെക്കമെൻഡ് ചെയ്തത് റിയയുടെ അച്ഛനാണ് എന്ന് പണ്ടൊരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അമലാപോളിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആസ്ട്രോടോക്ക് ആപ്പില് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക, നല്ലൊരു അസ്ട്രോളജറിനെ കണ്ടിട്ട് ചെക്ക് ചെയ്യുക. കാശ് എപ്പോ വരും, എങ്ങനെ വരും, എവിടുന്ന് വരും, എന്തോരം വരും, കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോ വരും, എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ഇതിനൊന്നും ഒരു പൈസ പോലും കൊടുക്കണ്ട. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. എനിക്ക് ഇതേപോലത്തെ സെലിബ്രിറ്റീസിനോട് പറയാനുള്ളത്, കാരണം നിങ്ങൾ ഇതേപോലത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫാണ് മൂഞ്ചി പോകുന്നത്. ആസ്ട്രോളജി മാത്രമല്ല സെയിൽ ചെയ്യുന്നത്, മാല, മുത്ത്, കമ്മല്,
അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മാറുന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതേ വഴി ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് ഒരു കൊല്ലത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതും ഇതേപോലെ സാധാരണ ആൾക്കാരെ ഒന്ന് ഊറ്റിയിട്ട് ദയനീയ അവസ്ഥ മുതലെടുത്തുകൊണ്ട് പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് റിലേഷൻഷിപ്പ് വരിക, അത് എങ്ങനെയുള്ള ആളായിരിക്കും, അയാളെ എവിടെ വെച്ച് കണ്ടുമുട്ടും, ഇപ്പോൾ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കുമോ, അത് കല്യാണത്തിലേക്ക് എത്തുമോ, ആ മാരേജ് എപ്പോ നടക്കും, ഇതെല്ലാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് മാത്രം നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഓൾ യു ഹാവ് ടു ഡു ഇസ് ഡൗൺലോഡ് ആസ്ട്രോ ടോക്ക് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക, അസ്ട്രോളജറുമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദ ഫസ്റ്റ് ചാറ്റ് ഇസ് ഫ്രീ, സോ ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ചുരുക്കി പറഞ്ഞ ആസ്ട്രോ ടോക്ക് മാമാ പണി വരെ ചെയ്യുമെന്ന്. ഇപ്പൊ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാവി വരീനൊക്കെ കണ്ടെത്തിക്കോളൂ. വരനെയും വിശ്വാസമൊക്കെ ആവാം, പക്ഷെ അത് അതിര് കടന്ന് ഇതേപോലത്തുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആവരുതെന്നുള്ളൂ. ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാ? കേരളീയർ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാത്രം ഒന്ന് കമന്റിൽ പറയുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഹൈ.